പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായൊരു താക്കീത് കൂടിയാണ് ഈ വിധി. വളരെ വലിയ ആത്മവിശ്വാസം നൽകാനാണ് ഉത്തരവ്. പോലീസ് സേനയ്ക്ക് മൊത്തം വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അത് പോലീസുകാരുടെയും പ്രോസിക്യൂഷൻ്റെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായുണ്ടായ ഒരു വിജയമാണിത്. സത്യം വിജയിച്ചിരിക്കുന്നു, ഇരയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രോസിക്യൂട്ടറോട് ഒരു കാര്യം കൂടി, ഈ ശാസ്ത്രീയ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് കോടതി ശാസ്ത്രീയ തെളിവുകളും അതിനോടനുബന്ധമായിട്ടുള്ള സാഹചര്യ തെളിവുകളും ഉണ്ട് ഈ കേസിൽ. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പ്രതിയുടെ രക്തം ഈ വീടിന്റെ പുറത്തെ വാതിലിൽ നിന്നും പ്രതിയുടെ രക്തം കിട്ടിയിട്ടുണ്ട്. പ്രതിയുടെ രക്തം ഈ കുട്ടിയുടെ ചുരിദാർ ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നെയിൽ ക്ലിപ്പിക്സിൽ നിന്നും പ്രതിയുടെ DNA കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതി പുറത്ത് ഈ വിക്ടിമിൻ്റെ പുറത്ത് കടിച്ചതെന്നുള്ള ഭാഗത്തു നിന്നും ഒരു DNA കിട്ടിയിട്ടുണ്ട്. ഈ ശക്തമായ ഈ 4 DNAകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു. അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. അത് തീർച്ചയായും ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവർത്തിക്കുന്നതോടുകൂടിയുള്ള സന്ദേശം കൂടിയായിട്ട് ഈ ജഡ്ജ്മെന്റിനെ കാണണം. അത് ട്രയൽ കോടതിയുടെ ജഡ്ജ്മെന്റ് അതേപടി ശരിവെക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തത്. തീർച്ചയായിട്ടും അതെല്ലാ പ്രതികളും എടുക്കുന്ന ഒരു വാദമാണ്. അത് ഈ പ്രതി കുറച്ചും കൂടി കൂടുതലായി എടുത്തു എന്ന് മാത്രം. അത് തീർത്തും പൊളിഞ്ഞു പോയി എന്നുള്ളത് ജഡ്ജ്മെന്റ് കൊണ്ട് വളരെ വ്യക്തമാണ്. മുന്നോട്ടുള്ള നടപടിക്രമം പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഇനി നടപടിക്രമങ്ങളില്ലാതെ വിധി നടപ്പാക്കുക എന്നുള്ളതാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം.